ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ 10ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നമ്മൾ 9 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ കീ ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട് സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ VN വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ടൈംലൈനിലേക്ക് ആഡായി. നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ വന്നതിന് ശേഷം ഈ ഒരു ഔട്ട്രോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ട് ഒരു സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബാഗാണ് നമുക്ക് സൂം ഇന്നും സൂം ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത് നമ്മളൊരു 1.5 സെക്കൻഡ് ആയതിനു ശേഷം നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടോപ്പിൽ രണ്ടാമതായിട്ട് നമുക്ക് കീ ഫ്രെയിമിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ട പൊസിഷനിൽ ഈ കർസർ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യും. നമ്മുടെ കീ ഫ്രെയിം ഇപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 1 സെക്കൻഡ് മുമ്പിലേക്ക് പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കീ ഫ്രെയിം ആഡാക്കുന്നു. അതിനുശേഷം നമ്മൾ 2 വിരൽ കൊണ്ട് അങ്ങനെ സൂം ചെയ്ത് ഒരു ബാഗ് ഇങ്ങനെ സൂം ചെയ്യുന്നു. സൂം ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വീണ്ടും മുമ്പിലേക്ക് പ്ലേ ചെയ്ത് വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വീണ്ടും പഴയ പൊസിഷനിലേക്ക് വന്നു. ഇനി നമുക്കിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കീ ഫ്രെയിം ആഡായി. ഇപ്പോൾ നമ്മൾ കീ ഫ്രെയിം ഉപയോഗിച്ച് സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ഒരു സ്മൂത്ത്നെസ് വരുത്താനായിട്ട് നമുക്കിവിടെ മുകളിൽ മൂന്നാമതായിട്ട് കർവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിരവധി ആനിമേഷൻസ് കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒരു സ്മൂത്തായിട്ട് നമുക്ക് പ്ലേ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മളത് വീഡിയോയിലേക്ക് അത് അപ്ലൈ ആയി. ഇനി സൂം ഔട്ടിൽ നമ്മൾ അതേപോലെ കർവിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു അനിമേഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ട് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഇതുപോലെ സൂം ഇൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കീ ഫ്രെയിം ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിലാണ് കീ ഫ്രെയിം ആഡ് ചെയ്തത്. ഇതുപോലെ നമുക്ക് ഫോട്ടോസിനും കീ ഫ്രെയിം ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഈ ലാസ്റ്റിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗാലറിയിലേക്ക് വന്നു. ഇവിടെ നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. നമ്മുടെ ഫോട്ടോ ടൈംലൈനിലേക്ക് ആഡായി. നമ്മൾ ഫോട്ടോയിൽ ഈ ഒരു പൊസിഷനിലേക്ക് വന്നതിന് ശേഷം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ കീ ഫ്രെയിം ഓപ്പണായി. കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തു. സ്വല്പം മുമ്പിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും കീ ഫ്രെയിം ആഡ് ചെയ്തു. നമുക്കിനി ഫോട്ടോ 2 വിരൽ കൊണ്ട് നമുക്കിനെ സൂം ചെയ്ത് കൊടുക്കാം. ഫോട്ടോ സൂം ചെയ്തതിന് ശേഷം വീണ്ടും മുമ്പിലേക്ക് പ്ലേ ആക്കി. കുറച്ച് മുമ്പിലേക്ക് വീണ്ടും പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിനുശേഷം താഴെ നമുക്ക് ഫിറ്റ് സെലക്ട് ചെയ്യാം. നമ്മുടെ ഫോട്ടോ ഫിറ്റായി. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൂം ഇൻ സൂം ഔട്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോയ്ക്ക് ഒരു കർവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു എഫക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. അതേപോലെ സൂം ഔട്ടിനും കർവിൽ ക്ലിക്ക് ചെയ്തു. മറ്റൊരു എഫക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. വീണ്ടും പ്ലേ ചെയ്യുമ്പോൾ സൂം ഇൻ സൂം ഔട്ട് സ്മൂത്തായിട്ട് പ്ലേ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീ ഫ്രെയിം ഉപയോഗിച്ച് സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.